നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ഡേ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. തുമ്പൂർമൊഴിയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി തട്ടുകട നശിപ്പിച്ചു. തുമ്പൂർമൊഴി പാർക്കിന് സമീപം റോഡരികിലെ തട്ടുകടയാണ് ആനക്കൂട്ടം തകർത്തത്. KA തോമസ് മാസ്റ്റർ പുരസ്കാരം K വേണുവിന് 20,000 രൂപയും പ്രശസ്തി പത്രവും സ്മൃതി ഫലകവും ഉൾപ്പെടുന്ന പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത് KA തോമസ് മാസ്റ്റർ ഫൗണ്ടേഷൻ. പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ബുധനാഴ്ച കൊടികയറും. കൊടികയറ്റത്തിന് മുന്നോടിയായി ആനയില്ലാ ശിവേലിയും ആനയോട്ടവും നടക്കും. വാർത്തകൾ വിശദമായി. ചാലക്കുടി തുമ്പൂർമൊഴിയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി തട്ടുകട നശിപ്പിച്ചു. തുമ്പൂർമൊഴി പാർക്കിന് സമീപം റോഡരികിലെ തട്ടുകടയാണ് ആനക്കൂട്ടം തകർത്തത്. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു സംഭവം. തട്ടുകടയുടെ ഷെഡും സാമഗ്രികളും നശിപ്പിച്ച നിലയിലാണ്. കുറച്ചു നാളുകളായി പ്രദേശത്ത് ആനശല്യം രൂക്ഷമായിരിക്കുകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെ ക്ഷേമം മുഖ്യ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സർക്കാരാണ് കേരളത്തിലുള്ളതെന്ന് മന്ത്രി K രാജൻ സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ടിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സ്ത്രീയെന്നോ പുരുഷനെന്നോ ട്രാൻസ്ജെൻഡർ എന്നോ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്തു പിടിക്കുകയും എല്ലാവരുടെ ക്ഷേമം മുഖ്യ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. എന്നാൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് സവിശേഷമായ ശ്രദ്ധയും പരിഗണനയും ലഭിക്കേണ്ടതുണ്ട്. സർക്കാരിന് ഇക്കാര്യത്തിൽ വളരെ വിശാലമായ കാഴ്ചപ്പാടാണ് ഉള്ളത്. ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ലിംഗനീതിയും ലിംഗസമത്വവും അനുഭവിക്കാൻ കഴിയാതെ പോകുന്ന വിഭാഗം എന്ന നിലയിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ എല്ലാ അർത്ഥത്തിലും പ്രത്യേക പരിഗണന അർഹിക്കുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തോട് സമൂഹത്തിനുള്ള അവഗണനയും അവർ അനുഭവിക്കുന്ന ഉൾവലിയലും ഇല്ലാതാക്കാൻ ബോധപൂർവമായ ഇടപെടൽ നമ്മുടെ സമൂഹത്തിൽ ആവശ്യമാണെന്ന് മന്ത്രി പറഞ്ഞു. മന്ത്രി ഡോക്ടർ R ബിന്ദു അധ്യക്ഷയായ ചടങ്ങിൽ NK അക്ബർ MLA വിശിഷ്ടാതിഥിയായി. ടൗൺ ഹാളിൽ നടന്ന സമാപന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വാതന്ത്ര്യ സമര സേനാനിയും യുക്തിവാദിയും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന KA തോമസ് മാസ്റ്ററുടെ പേരിൽ മികച്ച പൊതുപ്രവർത്തകർക്ക് നൽകി വരുന്ന പുരസ്കാരം ഈ വർഷം പ്രമുഖ ചിന്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ K വേണുവിന് നൽകുന്നു. PN ഗോപികൃഷ്ണൻ, ഡോക്ടർ CS വെങ്കടേശ്വരൻ, പ്രൊഫസർ കുസുമം ജോസഫ് എന്നിവരാണ് പുരസ്കാര നിർണയം നടത്തിയത്. 20,000 രൂപയും പ്രശസ്തി പത്രവും സ്മൃതി ഫലകവും ഉൾപ്പെടുന്ന പുരസ്കാരം KA തോമസ് മാസ്റ്റർ ഫൗണ്ടേഷനാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. VM സുധീരൻ, VS അച്യുതാനന്ദൻ, K അജിത, പെമ്പിളയൊരുമ, മാഗ്ലിൻ ഫിലോമിന, ഡോക്ടർ തോമസ് ഐസക്, സണ്ണി M കബിക്കാട്ട്, ആനി രാജ എന്നിവരാണ് മുൻവർഷങ്ങളിൽ പുരസ്കാരത്തിന് അർഹരായിട്ടുള്ളത്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ ചാലക്കുടി മേഖല വാർഷിക പൊതുയോഗം ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് ചാലക്കുടി ഹോട്ടൽ സിദ്ധാർത്ഥയിൽ വെച്ച് നടത്തും. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. ചാലക്കുടി മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് സണ്ണി ജോർജ് അധ്യക്ഷത വഹിക്കും. നഗരസഭാ ചെയർമാൻ എബി ജോർജ് വിശിഷ്ടാതിഥിയാകും. ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് തൊഴിൽ നൽകുകയും കോടിക്കണക്കിന് രൂപ വിവിധ ടാക്സ് ഇനത്തിൽ സർക്കാരിന്റെ ഖജനാവിലേക്ക് നൽകുകയും ചെയ്യുന്ന ചെറുകിട വ്യവസായികൾ MSME എന്നും പല രീതിയിലുമുള്ള അവഗണനയാണ് നേരിടുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ചാലക്കുടി മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് സണ്ണി ജോർജ്, സെക്രട്ടറി സാബു ചക്കാലയ്ക്കൽ, ട്രഷറർ PR രാജീവ്, കമ്മിറ്റി അംഗങ്ങളായ വേണു അനിരുദ്ധൻ, പോൾ തച്ചിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ബുധനാഴ്ച കൊടികയറും. കൊടികയറ്റത്തിനു മുന്നോടിയായി ആനയില്ലാ ശിവേലിയും ആനയോട്ടവും നടക്കും. ബുധനാഴ്ച രാവിലെയാണ് ആനയില്ലാ ശിവേലി ക്ഷേത്രത്തിൽ ആനയില്ലാതിരുന്ന കാലത്തെ അനുസ്മരിപ്പിക്കുന്ന ചടങ്ങാണ് ഇത്. ഉച്ചകഴിഞ്ഞ് 3-നാണ് ആനയോട്ടം. ആനയോട്ടത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി സബ് കമ്മിറ്റി യോഗം ചേർന്നു. ഇത്തവണ 10 ആനകളെ മാത്രമാണ് ആനയോട്ട ചടങ്ങിൽ പങ്കെടുപ്പിക്കുക. മതപ്പാടിലല്ലാത്തതും അപകടകാരികളല്ലാത്തതുമായ 17 ആനകളുടെ ലിസ്റ്റ് വിദഗ്ധ സമിതി തയ്യാറാക്കും. ഇതിൽ നിന്ന് 10 ആനകളെ നറുക്കിട്ടെടുക്കും. വീണ്ടും നറുക്കെടുക്കുന്ന 5 ആനകളിൽ 3 ആനകളെ മാത്രമാണ് ഓടാൻ നിയോഗിക്കുക. ബാക്കി 2 ആനകളെ കരുതലായി നിർത്തും. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ മഞ്ജുളാൽ പരിസരത്ത് 10 ആനകളെ അണിനിരത്തും. ക്ഷേത്രനാഴികമണി 3 അടിക്കുന്നതോടെ മാരാർ ശംഖുമുഴക്കിയാൽ ആനകൾ ഓടാൻ തുടങ്ങും. ആദ്യം ഓടിയെത്തി ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പ്രവേശിക്കുന്ന ആനയെയാണ് വിജയിയായി പ്രഖ്യാപിക്കുക.
ക്ഷേത്രത്തിനകത്ത് ആനകളെ ഓടാൻ അനുവദിക്കില്ല. മഞ്ജുളാൽ മുതൽ ക്ഷേത്രം വരെ ആനകൾ ഓടുന്ന വഴിയിൽ ഇത്തവണ ബാരിക്കേഡുകൾ ഉയർത്തിക്കെട്ടും. ഓടാനുള്ള ആനകൾക്ക് തണലൊരുക്കി അവിടെയാണ് ആദ്യം നിർത്തുക. വേണ്ടത്ര ജലം ലഭ്യമാകാനും ഫയർഫോഴ്സ്, പോലീസ് ഡിപ്പാർട്ട്മെന്റുകളുടെ ജാഗ്രത തുടരാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ കലശച്ചടങ്ങുകളിൽ പ്രധാനമായ തത്വകലശാഭിഷേകം ഭക്തിനിർഭരമായി നടന്നു. ഇന്ന് 1000 കലശാഭിഷേകവും ബ്രഹ്മകലശാഭിഷേകത്തോടെ കഴിഞ്ഞ 8 ദിവസമായി നടക്കുന്ന കലശച്ചടങ്ങുകൾ സമാപിക്കും. തന്ത്രി ചേന്നാസ് സതീശൻ നമ്പൂതിരിപ്പാടാണ് തത്വകലശാഭിഷേകവും ഉച്ചപൂജയും നിർവഹിച്ചത്. തന്ത്രി ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് തത്വകലശപൂജ നടത്തി. മീഡിയ ടീം, ഗുരുവായൂർ. സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില കുറഞ്ഞു. 4 ദിവസത്തിന് ശേഷമാണ് സ്വർണ്ണവില ഉയർന്നത്. കഴിഞ്ഞ 4 ദിവസം കൊണ്ട് 440 രൂപയാണ് സ്വർണത്തിന് വർദ്ധിച്ചത്. വെള്ളിയുടെ വിലയും കുറഞ്ഞിട്ടുണ്ട്. വിപണിയിൽ 1 പവൻ സ്വർണത്തിന്റെ വില 45,880 രൂപയാണ്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന്റെ വില ഇന്ന് 10 രൂപ കുറഞ്ഞു. വിപണി വില 5,735 രൂപയാണ്. 1 ഗ്രാം 18 കാരറ്റ് സ്വർണത്തിന്റെ വില 4,750 രൂപയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തുമ്പൂർമുഴിയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി തട്ടുകട നശിപ്പിച്ചു. തുമ്പൂർമുഴി പാർക്കിന് സമീപം റോഡരികിലെ തട്ടുകടയാണ് ആനക്കൂട്ടം തകർത്തത്. KA തോമസ് മാസ്റ്റർ പുരസ്കാരം K. വേണുവിന് 20,000 രൂപയും പ്രശസ്തി പത്രവും സ്മൃതി ഫലകവും ഉൾപ്പെടുന്ന പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത് KA തോമസ് മാസ്റ്റർ ഫൗണ്ടേഷൻ. പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ബുധനാഴ്ച കൊടികയറും. കൊടികയറ്റത്തിന് മുന്നോടിയായി ആനയില്ലാ ശിവേലിയും ആനയോട്ടവും നടക്കും. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.